വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ ത്രെഡ്സ്. ഇന്നത്തെ എപ്പിസോഡ് കാണാം. ഇന്നത്തെ ആദ്യത്തെ സ്റ്റിച്ച് ഞങ്ങളുടെ ഫ്ലൈ സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചിനെയും എങ്ങനെ ചെയ്യണം കാണാം. അതിനുവേണ്ടി 2 പാരലൽ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സൂചി കുത്തിയിട്ട് മുകളിലെടുത്തിട്ട് ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സെയിം ഇതിൻ്റെ പാരലലായിട്ട് കുത്തിയെടുക്കണം. എന്നാൽ നൂല് ഞങ്ങളുടെ ഇപ്പോൾ ലെഫ്റ്റല്ല ആയിരിക്കുന്നത്. ഇങ്ങനെ കുത്തിയിട്ട് സെൻറ്ററിൽ കൊണ്ടുവരണം. അപ്പം ഈ ലെഫ്റ്റിലിരിക്കുന്ന നൂലിങ്ങനെ റൈറ്റിലോട്ട് കയറ്റിയിട്ട് വലിക്കണം. അപ്പം ഇങ്ങനെ ഒരു വി ഷേപ്പായിട്ട് ഫോം ആവും. അപ്പം ഇതിങ്ങനെ താഴോട്ട് എടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു വി ഷേപ്പായിട്ട് കിട്ടും. ഇങ്ങനെ ഫ്ലൈ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒന്നുകൂടെ കാണിക്കാം. കുറച്ച് ഡിസ്റ്റൻസിൽ സൂചി ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുത്തിയെടുത്തിട്ട് സെയിം പാരലലിൽ റൈറ്റിലും കുത്തിയെടുക്കാം. പിന്നെ ഇത് സെൻറ്ററിൽ റൈറ്റിൽ നിന്ന് സെൻറ്ററിലോട്ട് പോയിട്ട് ഹാഫ് ഇതിൻ്റെ എടുത്തിട്ട് ഈ നൂല് സൂചിയുടെ മേളിൽ നിന്ന് എടുക്കണം. അപ്പം ഇങ്ങനെ വി ഷേപ്പായിട്ട് ഫോം ആവും. പിന്നെ ഈ നൂല് താത്തിയെടുക്കണം. അപ്പോൾ ഒരു വി ഫോർമേഷൻ മാതിരിയാവും. ഈ സ്റ്റിച്ച് ഞങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിംഗിളായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ലീഫൊക്കെ ആണെങ്കിൽ അതിൽ ഫില്ലാക്കിയിട്ട് ഇത് ഫില്ലിംഗ് മാതിരി അതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഇത് സിംഗിളായിട്ട് ഞങ്ങൾക്ക് ബോർഡറിലോ എവിടെ വേണേലും ഇത് ഞങ്ങളുടെ ഡിസൈൻ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഫ്ലൈ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇന്നത്തെ ഞങ്ങളുടെ രണ്ടാമത്തെ സ്റ്റിച്ച് ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. ഇനി അതെങ്ങനെ ചെയ്യണം നോക്കാം. അതിനു വേണ്ടി 2 ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലൈനിൽ ഞാനിങ്ങനെ സൂചി ഇങ്ങനെ കുത്തിയെടുക്കാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ പാരലൽ ലൈനിൽ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മാതിരി എടുത്തിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് ഇത് ക്രോസ് ആകുന്ന ഫോമിൽ ഇതിൻ്റെ മേളിലത്തെ ആദ്യത്തെ ലൈൻ ഞങ്ങൾ വർക്ക് ചെയ്തില്ല, അവിടെ തന്നെ ഒരു ബാക്ക് സ്റ്റിച്ച് മാതിരിയൊക്കെയും ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആവും. ഇതേമാതിരി പിന്നെയും ഈ സ്റ്റിച്ച് താഴോട്ട് വരണമെങ്കിൽ ഇതിൻ്റെ ഈ സൈഡിൽ ഒരു ബാക്ക് സ്റ്റിച്ച് മാതിരി ചെയ്യും. ഇതിൻ്റെ മേളിലോട്ട് വരണമെങ്കിൽ ഇവിടോട്ട് തയ്ച്ചെടുക്കുക. സൂചിയിൽ തന്നെ തുണിയുടെ പുറത്തുനിന്ന് ഇങ്ങനെ ഈ സ്റ്റിച്ച് ഞങ്ങൾക്ക് ഫില്ലിങ്ങൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഇത് വെച്ച് ഞങ്ങൾക്ക് ഫ്ലവേഴ്സോ ലീവ്സോ രണ്ടും ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ച്. ഇന്നത്തെ അടുത്ത സ്റ്റിച്ച് ഞങ്ങളുടെ കേബിൾ ചെയിൻ സ്റ്റിച്ചാണ്. ഇനി ഈ സ്റ്റിച്ച് എങ്ങനെ ചെയ്യണം നോക്കാം. ഞാനിങ്ങനെ ഓൾറെഡി തുണിയെ സൂചി കുത്തിയെടുക്കുക. അത് കഴിഞ്ഞ് ഈ സൂചിയെ നൂലിങ്ങനെ ചുറ്റിയെടുക്കുക ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞ് ഈ തുണിയെ ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തിയിട്ട് നൂലിങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞ് ഈ സൂചി വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഇതൊരു കേബിൾ മാതിരി ഫോം ആവും. ചെയിൻ മാതിരി, കേബിളല്ല, ചെയിൻ മാതിരി ഫോം ആവും. അടുത്ത സ്റ്റിച്ച് ഇതേമാതിരി സൂചിയെ ഇങ്ങനെ നൂലിങ്ങനെ ചുറ്റിയെടുക്കുക. കുറച്ച് ഡിസ്റ്റൻസിൽ സൂചി ഇങ്ങനെ കുത്തിയിട്ട് മുകളിലോട്ട് എടുക്കുക. ഈ നൂല് റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുക. നോക്കിക്കോ. അപ്പം പിന്നെ ഈ സൂചി പുൾ ചെയ്യുക. ഇങ്ങനെ പിന്നെയും ഒരു ചെയിൻ മാതിരി ഫോമോ. ഇങ്ങനെയാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച്. ഇങ്ങനെ ഒരു ചെയിൻ മാതിരി ഫോം ആയിക്കൊണ്ട് ഇത് പോവും. അങ്ങനെയാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇന്നത്തെ ലാസ്റ്റ് സ്റ്റിച്ച് ഞങ്ങളുടെ പിക്നി സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചിനെയും എങ്ങനെ ചെയ്യണം നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഞങ്ങൾ ഒരു ലൈനിൽ ബാക്ക് സ്റ്റിച്ച് ആദ്യം ചെയ്തെടുക്കാം.
അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയാം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എല്ലാവർക്കും ചെയ്യാൻ അറിയാമായിരിക്കും വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്ക് സ്റ്റിച്ച് ആദ്യം ചെയ്യും. ഇനിയും അടുത്ത സ്റ്റെപ്പ് ഞങ്ങളൊരു ഡാർക്ക് ഷെയ്ഡല്ലേ ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സൂചി കുത്തി എടുത്തിട്ട് ആദ്യത്തെ സ്റ്റിച്ച് വിട്ടിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഞങ്ങൾ മേളിൽ നിന്ന് താഴോട്ട് എടുക്കണം. അപ്പം ഇത് ഒരു ലൂപ്പ് മാതിരി ഫോം ആവും. അത് ഒരു കയ്യിൽ നിന്ന് പിടിച്ചിട്ട് അടുത്തത് ആദ്യം വിട്ട ഒരു സ്റ്റിച്ചിലോട്ട് പിന്നെ താഴെന്ന് മേളിലോട്ട് സൂചി കുത്തിയെടുക്കണം. അപ്പം താഴെ ഒരു ലൂപ്പ് മാതിരി ഫോം ആവും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതൊരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആകുന്നത്. ഈ താഴെയാണ് ഇതിൻ്റെ മെയിൻ എത്ര വലിപ്പം വെക്കേണ്ട അല്ലെ ചെറിയത് വെക്കേണ്ട അത് ഞങ്ങളുടെ ഡിസൈൻ പുറത്തൊക്കെയാണ്. മീൻസ് ഒത്തിരി വലിപ്പം വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ചെറിയതായിട്ട് വേണമെങ്കിലും അത് ഞങ്ങളുടെ റിക്വയർമെൻറ്റ് മതി ചെയ്യാം. അതേമാതിരി ഈ സ്റ്റിച്ച് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഫ്ലവേഴ്സിനും ഈവൻ ബോർഡേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഇങ്ങനെയാണ് പിക്നി സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇന്നത്തെ ലാസ്റ്റ് സ്റ്റിച്ച് ഇദ്ദേഹത്തോടെ കഴിയുന്ന അതേമാതിരി ഈ സ്റ്റിച്ചസ് എല്ലാം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ലാസ്റ്റിൽ ഇതിൻ്റെ എങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഈ പിക്നി സ്റ്റിച്ച് ഇരിക്കും ഞാൻ ഇതിൻ്റെ ഇമേജ് ഇടാം. അതേമാതിരി നിങ്ങൾക്ക് ഈ എല്ലാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ ഇന്നത്തെ 4 സ്റ്റിച്ചസും കഴിഞ്ഞു. താങ്ക് യു.